അല്ലാഹുവേ, മഅ്സൂമീങ്ങളായ അംബിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളുമല്ല. യാ അല്ലാഹ്, 25-ാം രാവിലെ പരിശുദ്ധമായ റമളാനിനെ സാക്ഷിയാക്കി ഒരുപാട് നല്ലവരായ മുത്തുമോമിനീങ്ങളും മുത്തുമോമിനാത്തുകളും അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് നല്ലവരായ സഹോദരങ്ങളും സഹോദരിമാരും ഒരുമിച്ച് കൂടി റബ്ബായ നിന്നോട് ചോദിക്കുകയാണ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും വെളിച്ചമായും മറവായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മാപ്പ് നൽകണേ റഹ്മാനെ. ഒരു തെറ്റ് പോലും നീ ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ, ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹനിധികളായ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നവരും ഞാനും നാളെ മഹ്ശറ വൻസഭയിൽ ഒന്നിച്ചാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ ഉപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പാവങ്ങളാണവർ, സാധുക്കളാണവർ, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, 25-ാം രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാവർക്കും മുത്തു റസൂലുള്ളാഹിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഒരു സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചൊല്ലിയാൽ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുമെന്ന് സ്വാദിഖുൽ അമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. വായു തന്നവനും വെള്ളവും തന്നും ഭക്ഷണം തന്നോ, നല്ല സൗകര്യങ്ങൾ തന്നോ, നല്ല വീട് തന്നോ, ഭാര്യമാരെ തന്നോ, മക്കളെ തന്നോ, പലതും അല്ലാഹു നമുക്ക് നൽകി. സൗകര്യമുള്ള ജോലികൾ തന്നോ, അല്ലലും അലട്ടലുമില്ലാത്ത ജീവിതങ്ങൾ തന്നോ, നല്ലൊരു നേതൃത്വത്തിൻ്റെ കീഴിലാക്കി, അച്ചടക്കമുള്ള ഒരു നേതാക്കളുടെ കീഴിലാക്കി അല്ലാഹു നമ്മളെ വളർത്തി തന്നോ. എല്ലാം അല്ലാഹു നമുക്ക് ചെയ്തത് വലിയ അനുഗ്രഹമാണ്. നമ്മളെങ്ങാനും ഈ നേതൃത്വത്തിൻ്റെ കീഴിലല്ലായിരുന്നുവെങ്കിലോ, നമ്മളെങ്ങാനും ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ, ഈ മഹാസ്ഥാപനങ്ങളുടെ കീഴിലല്ലായിരുന്നുവെങ്കിലോ, നമുക്കെങ്ങാനും അല്ലാഹു ഇങ്ങനെയുള്ള നേതാക്കളെ തന്നില്ലായിരുന്നുവെങ്കിലോ, നമ്മളേതെങ്കിലും പിഴച്ച വിഭാഗത്തിൻ്റെ കൂടെയായിരുന്നുവെങ്കിലോ,
അള്ളാഹു നമ്മളെ യഥാർത്ഥ പരിശുദ്ധമായ ദീനിൻ്റെ വക്താക്കളാക്കിയില്ലേ? നല്ല ഭക്ഷണം തന്നില്ലേ? നല്ല വീട് തന്നില്ലേ? നല്ല സൗകര്യങ്ങൾ തന്നില്ലേ? അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? എപ്പോഴെങ്കിലും അതെല്ലാം മനസ്സിലോർത്ത് ഓർത്ത് ഓർത്ത് അള്ളാഹുവിന് ശുക്ർ പറഞ്ഞോ, നന്ദി പറഞ്ഞോ? പലപ്പോഴായി നമ്മൾ അൽഹംദുലില്ലാ പറയാറുണ്ട്. പക്ഷേ ഹൃദയാന്തരങ്ങളിൽ തട്ടിക്കൊണ്ട് ഒരു അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. അല്ലാഹുവാണ് വലിയവൻ. അല്ലാഹു അക്ബർ. ആ റബ്ബാണ് വലിയവൻ. നമ്മളെല്ലാവരും ആ റബ്ബിൻ്റെ അടിയാറുകളാണ്. ഒന്നിനും കഴിവില്ലാത്തവരാണ്. വളരെ ബലഹീനരായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. ആ റബ്ബ് വലിയവനാണ്. ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, നന്ദിയുള്ള അടിയാറുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യുന്ന, നിന്നെ ഓർക്കുന്ന, നിന്റെ ദിക്റുകളിൽ ആനന്ദം കണ്ടെത്തുന്ന നല്ല ഖൽബ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി കടക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ അഭിലാഷമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയൊരു സൗഭാഗ്യമുണ്ട്, വലിയൊരു ഭാഗ്യമുണ്ട്, വലിയൊരു ആനന്ദമുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മളെ ഒരു മെമ്പറാക്കി എന്നതാണ്. ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന റബ്ബിനോട് നന്ദി പറഞ്ഞാലും അതിന് പകരമാവുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹു നമ്മളെ ദീനിൽ ഒരു മെമ്പറാക്കി എന്നതാണ്. അള്ളാഹുവേ ഇനി ഞങ്ങളുടെ ആഗ്രഹം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണമെന്നതാണ്. ഇത്ര ആളുകൾ ഖുർആൻ 30 ജുസ്ഉം മനപ്പാഠമാക്കിയവരുടെ കഥകൾ നമ്മൾ കേട്ടില്ലേ? അവസാനം ഒറ്റായത്ത് മാത്രമേ അവർക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടക്കം അള്ളാഹിന്റെ ദീനിൽ നിന്ന് പുറത്തുപോയി ഓവുചാലുകളിൽ കിടന്ന് മരിക്കേണ്ടി വന്നവരുടെ ഗതികെട്ട വിവരങ്ങൾ നമുക്കറിയാം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുണ്ട് ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു.
എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ നൽകി, വലിയ പ്രതാപം നൽകി, വലിയ പണവും വലിയ സമ്പത്തും അല്ലാഹു നൽകി. പക്ഷേ അയാൾ അവസാനം ഭൗതികമായ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരുന്നു? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം. വലിയ പണവും പ്രതാപവും കൊടുത്തത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒരു ഉസ്താദ്. എന്തിനാണ്? ജമാഅത്തിൻ്റെ സമയമാകുമ്പോൾ ജമാഅത്ത് നിസ്കരിക്കാൻ, ഇമാമായി നിന്ന് നിസ്കരിക്കാൻ ഒരു ഉസ്താദ് വണ്ടിയിൽ, കാറ്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമേ വാഹനമുണ്ടായിരുന്നുള്ളൂ. ആ ഭാഗങ്ങളിൽ അംബാസഡർ കാറാണ്. അദ്ദേഹം ആ കാറിൻ്റെ ഉള്ളിൽ, ഇത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നാവിൽ നിന്ന് കേട്ട വർത്തമാനമാണ്. ആ മനുഷ്യൻ, അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് അദ്ദേഹം ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും കൊടുക്കാറുണ്ടായിരുന്നു. നല്ല ഭക്ഷണം കൊടുക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട തേന് മുസ്ലിയാരുടെ കാലഘട്ടത്തിലാണ്, തേന് മുസ്ലിയാരുടെ ദർസിലെ ഉസ്താദവറുകൾക്ക് അള്ളാഹു കൊടുത്തൊരു വലിയ തൗഫീഖ്, വലിയ മഹാൻ, വലിയായ മഹാനായ തേന് മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ ഇങ്ങനെ കിതാബുമായി തലയിൽ വെച്ച് നടക്കുമായിരുന്നു അത്രേ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് തലയിൽ ഇങ്ങനെ വെച്ച് നടക്കുമായിരുന്നു അത്രേ. അതിങ്ങനെ മുതാല ചെയ്യും, ആളുകൾക്ക് ഓതിക്കൊടുക്കും. എവിടെയെങ്കിലും കിടക്കാനാകുമ്പോൾ ആ കിതാബ് തൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ വെച്ച് അവിടെ അങ്ങ് കിടന്നുറങ്ങും. കിതാബ് താഴെ വെക്കൂല. അങ്ങനെ വലിയ മഹാൻ. ആ മഹാനവറുകൾ ഒരു ദർസിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹം ഇങ്ങനെ ദർസിലെത്തുമ്പോൾ ആ ദർസിൽ മൗലിയാർ ഉസ്താദ് വളരെ വിഷമത്തോടെ ഇങ്ങനെ കരഞ്ഞു കഴിയുകയാണ്. അപ്പോൾ തേന് മുസ്ലിയാർ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയണത്? അപ്പോൾ ഉസ്താദവറുകൾ വേദന കൊണ്ട്, ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആ ഉസ്താദിന് ആ ശിഷ്യന്മാർ ഒരു സ്വന്തം മക്കളെ പോലെയാണ്. പക്ഷേ ഈ ഹാജിയാർ, അള്ളാഹു വലിയ സമ്പത്തും പണവും കൊടുത്ത ഈ മുതലാളി, അയാൾ എല്ലാ ദിവസവും ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന കാരണത്താൽ ഒരു ദിവസം ഉസ്താദിനോട് വന്ന് ചോദിച്ചു അത്രേ, എനിക്ക് കുട്ടികളുടെ പരീക്ഷ റിസൾട്ട് ഒന്ന് വേണം. പരീക്ഷ എഴുതുന്ന റിസൾട്ട്. അപ്പോൾ ഈ ദർസിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ല താടിയും വലിയ തലപ്പാവും ഒക്കെ ഉണ്ടാകും, പക്ഷേ എഴുതാനുള്ള മലക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിപ്പോൾ ഈ ദഅ്വാ കോളേജുകൾ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സിസ്റ്റം. കൂടുതൽ പരീക്ഷകൾ വന്നപ്പോൾ എഴുതാനുള്ള ഒരു മലക്കയും മറ്റുമൊക്കെ ഉണ്ടായത്. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല. നല്ല താടിയുണ്ടാകും, കിതാബ്, ഏത് ഫന്നുകളും ഏത് കിതാബുകളും വളരെ മനോഹരമായി ഓതിക്കൊടുക്കാൻ കഴിയും. പക്ഷേ അത് എഴുതി പിടിപ്പിക്കാൻ ചിലർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ കാലഘട്ടത്തിലെ പഠനം അങ്ങനെയായിരുന്നു. അങ്ങനെ ആ പഠനവുമായി ആ പരീക്ഷ എഴുതുമ്പോൾ നല്ല താടി വച്ച വലിയ വലിയ മൗലിയമാർ, അവർ പരീക്ഷയിൽ ഫെയിലായി. അവർക്ക് മാർക്ക് വളരെ കുറവ്. അപ്പോൾ ഈ മൗലിയാർ, ഈ ഹാജിയാർ ഇങ്ങനെ വന്നിട്ട് ഈ റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത്രേ, പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ തോറ്റു കിടക്കുകയാണ്. അപ്പോൾ ഈ ജീവിൻ്റെ മക്കൾക്ക് ഞാൻ വെറുതെ ആ ഭക്ഷണം കൊടുക്കുന്നത്. ഏത് ജീവിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടാൽ 7 തവണ കഴുകേണ്ട ഈ ജീവിൻ്റെ മക്കൾക്ക് ഞാൻ വെറുതെ ആ ഭക്ഷണം കൊടുക്കുന്നത്. ഇത് ദർസ് നടത്തുന്ന ഉസ്താദ് ഇങ്ങനെ കേൾക്കുകയാണ്. ഉസ്താദിൻ്റെ കൽബ് പൊട്ടിപ്പോയി, മനസ്സ് വേദനിച്ചു പോയി. എൻ്റെ മക്കളെ അയാൾ ചീത്ത വിളിച്ചല്ലോ. കാറിൽ ഇമാമ് നിർത്താൻ ഒരാളുണ്ടായിരുന്നു. കാറിൽ ഇമാമ് നിർത്താൻ ഒരാളുണ്ടായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം കുട്ടികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും കൊടുക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് നിന്ന് വന്നത് ഒരു ഉസ്താദിനെ, ഒരു മുതഅല്ലിമിനെ വളരെ മോശമായി അഭിസംബോധനം ചെയ്തു പോയി. ഇതിങ്ങനെ കേട്ടപ്പോൾ തേന് മുസ്ലിയാർ പറഞ്ഞു, അവൻ കാഫിറാണ്. ഒറ്റ വർത്താനം, ഉസ്താദിന്റെ നാവ് കൊണ്ടത് വന്നുപോയി. അഊദു ബില്ലാഹ്. പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിനതാ ഒരു സ്ത്രീയോട് വലിയ ബന്ധമുണ്ടാവുകയാണ്. ആ സ്ത്രീ അമുസ്ലിമായൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ ബന്ധവുമായി, പ്രേമവുമായി
അവസാനം ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന ബോധമുണ്ടാവുകയാണ്. അങ്ങനെ ആ പെണ്ണുമായി കല്യാണം നടക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണ്. അവസാനം അവർക്കാർക്കും വേണ്ടാത്ത രൂപത്തിൽ ഒരു ഓവുചാലിൽ അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് നരസിംഹം എന്നായിരുന്നു അത്രേ. പെരിന്തൽമണ്ണയിലെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി മാറിയത്രേ. ഔദുബില്ലാഹ്. സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. നമ്മുടെ നാവ് അല്ലാഹു തന്നത് വൃത്തികേടുകൾ പറയാനല്ല, തോന്നിവാസങ്ങൾ പറയാനല്ല. എത്ര വലിയ ആഢ്യതയും എത്ര വലിയ പണവും എത്ര വലിയ സമ്പത്തും എത്ര വലിയ ഇബാദത്തുകളും നമ്മുടെ കൂടെയുണ്ടായാലും എത്ര ലക്ഷങ്ങൾ നമ്മൾ സ്വതക്ക ചെയ്താലും അള്ളാഹുവിൻ്റെ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ആദരിക്കേണ്ടതിനെ ആദരിക്കണേ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണേ. മുതഅല്ലിമീങ്ങളെ ചീത്ത വിളിച്ചു പോയി. ആ ഒറ്റ കാരണം കൊണ്ട് അയാൾ കടുത്ത വ്യഭിചാരിയായി മാറി. വ്യഭിചാരിയായി മാറി എന്നല്ല, അവസാനം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോയി അദ്ദേഹം ഓവുചാലിൽ കിടന്ന് മരണപ്പെടേണ്ടി വന്നു. അഊദു ബില്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെ ഈമാനെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ഈമാനിനെ നീ കാക്കണേ അല്ലാ. മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഒരൊറ്റൊരു ആലിമിനെയും ചീത്ത പറയണ്ട, ഒരു മുതഅല്ലിമിനെയും ചീത്ത പറയണ്ട, ഒരാളെയും കുറവാക്കണ്ട. അള്ളാഹു നമുക്ക് അതിനെല്ലാം നാവ് തന്നത്. അള്ളാഹു നാവ് തന്ന നല്ലത് പറയാനാണ്, ഖുർആൻ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്. ഒരാളെയും നമ്മൾ കുറവാക്കണ്ട. അള്ളാഹു നമ്മുടെ നാവുകളെ നന്നാക്കി തരട്ടെ. ഒരിക്കലും ജീവിതത്തിന് ഒരു ഘട്ടത്തിൽ പോലും ആദരിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതിനെ അനാദരവോടുകൂടെ സംസാരിക്കേണ്ടി വരുന്ന ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ.